അപ്പോൾ ഞാനിത് അത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കറക്റ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന സെയിം ടെക്സ്ചർ തന്നെയാണ് കേട്ടോ. അവിടെ ഗൾഫിൽ വെച്ചിട്ട് ഏട്ടനെ സ്ഥിരം മേടിക്കുന്ന സാധനം അത് തന്തൂരി ചിക്കൻ മേടിക്കലുണ്ട്. അപ്പോൾ ഏട്ടൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ നാരങ്ങയൊക്കെ എൻ്റെ മുകളിലൊക്കെ സ്ക്വീസ് ചെയ്തിട്ടൊക്കെയാണ് കഴിക്കൽ കേട്ടോ. നല്ല രസമുണ്ട് ഇത് കഴിക്കാനായിട്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് കൂടുതലും റൊട്ടിയുടെ കൂടെ കഴിക്കാനാട്ടോ നല്ലത്. റൊട്ടി, കുബൂസ്, പിന്നെ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാട്ടോ ഇത് കഴിക്കാനായിട്ട്, ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് തന്തൂരി ചിക്കൻ ആട്ടോ. ഇത് നമ്മളൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഞാൻ ഇത് ചെയ്തേക്കുന്നത്. നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിന് ഞാനൊരു സ്മോക്കി ഫ്ലേവറൊക്കെ കൊടുത്തിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. ഞാനിത് ഒലിവ് ഓയിലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ ഹെൽത്തിയാണ്. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും ചേർക്കാണ്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 2 ലെഗ് പീസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യമേ മാരിനേറ്റ് ചെയ്യുന്നതിന് മുന്നേ ചിക്കൻ ഒന്ന് വരഞ്ഞെടുക്കണം. വരയാൻ വേണ്ടി ഇത് കുറച്ച് വലിയ പീസാണല്ലോ, നമ്മൾ ഇതുപോലെ നല്ല മാംസമുള്ള ഭാഗമായതുകൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ അകത്ത് നമ്മൾ പുരട്ടുന്ന മസാല അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനത്തെ തന്തൂരി ചിക്കൻ, ഗ്രിൽ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ കോഴി മേടിക്കാൻ നോക്കാം കേട്ടോ. അതായിരിക്കും ഏറ്റവും നല്ലത്. എന്നാലേ അതൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവത്തുള്ളൂ. ആദ്യമേ കാലിൻ്റെ പുറമൊക്കെ ഒന്ന് വരഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ കനം കൂടിയ ഭാഗമൊക്കെ ആഴത്തിലൊന്ന് മുറിച്ച് നമ്മൾ മീനൊക്കെ വരയുന്ന പോലെ തന്നെ വരച്ചെടുക്കുക. നല്ല ആഴത്തിൽ തന്നെ മുറിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ മസാല അടി വരെ ചെല്ലത്തുള്ളൂ. രണ്ട് പീസും അതുപോലെ തന്നെ മുറിക്കാം. ഇതിപ്പോൾ ഇതുപോലെ ആട്ടോ ഞാൻ മുറിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നല്ല താഴ്ത്തി തന്നെ ആട്ടോ മുറിച്ചേക്കുന്നത്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് മാരിനേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആദ്യമേ ഒരു നാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ അത് ചിക്കൻ നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കുകയെന്നുണ്ടെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യമേ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഇനി നമ്മൾ മസാല പരട്ടുമ്പോൾ അതിൻ്റെ അകത്തും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ നാരങ്ങയും ഉപ്പും കൂടെ നന്നായിട്ട് ചിക്കനിലൊന്ന് പുരട്ടി വെക്കണം. അപ്പോൾ അങ്ങനെ വെച്ചാൽ മാത്രമേ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. നമ്മൾ ആ വിടവിലും നമ്മൾ വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, ആ വരഞ്ഞ ഭാഗത്തൊക്കെ നാരങ്ങ നീര് ഉപ്പും കൂടെ ഒക്കെ നന്നായിട്ട് പുരട്ടി വെക്കുക. ഇനി ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കണം. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് തൈരാണ്. ഇപ്പോൾ ഇതുപോലെ ഒരു വലിയ സ്പൂണിലാണ് എടുത്തേക്കുന്നത്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം വരും. അതിൻ്റെ അകത്തേക്ക് ചേർക്കാം. അപ്പോൾ വെള്ളം ഒട്ടും പാടില്ല കേട്ടോ. വെള്ളം ഇല്ലാണ്ട് വേണം തൈര് എടുക്കാനായിട്ട്. 6 വെളുത്തുള്ളി. ഇത് ചെറിയ വെളുത്തുള്ളിയാണ്. അത് നമുക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ അരയാൻ കുറച്ച് താമസമായിരിക്കും. ഇത് നന്നായിട്ട് അരഞ്ഞു വരണം, അതുകൊണ്ടാണ്. മീഡിയം സൈസ് ഇഞ്ചി, അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലിയാണ്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം. ഇത് ചെറിയ ജീരകം കേട്ടോ. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ കസൂരി മെത്തി, ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇതിൻ്റെ അകത്ത് ചേർക്കാൻ കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് കണക്കെ അരച്ചെടുക്കണം. നമ്മുടെ മസാല ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് അരയ്ക്കുന്നതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ ഇത് അരച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു വരണം. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കനിലൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ചിക്കൻ നാരങ്ങയും ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്തേക്കണ ആ മസാല ചേർത്ത് കൊടുക്കാം. ഇതിനിപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറാട്ടോ. നമ്മൾ ആ ജീരകവും പിന്നെ കസൂരി മെത്തിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വന്നപ്പോഴത്തേക്കും ഒരു വേറൊരു ഫ്ലേവറാണ്. തന്തൂരി ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈസി അല്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്തേക്കുന്നത് കേട്ടോ. ഇത് അത്ര വലിയ എരിവൊന്നും കാണത്തൊന്നുമില്ല ഇത് വറുത്ത് കഴിയുമ്പോഴത്തേക്ക്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്തേച്ചാൽ മതി കേട്ടോ. ഫുഡ് കളർ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ എന്ന് നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. എപ്പോഴും പുതിയ ഫുഡ് കളർ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. കാശ്മീരി ചില്ലി ചേർത്താലും നമുക്ക് ആ ഒരു കളർ ഇതിന് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കുറച്ചും കൂടെ കളർ ചേർക്കുന്നത്. ഇച്ചിരി ചേർക്കുന്നുള്ളൂ, ഒരു 2 നുള്ളൊക്കെ ചേർത്തേച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ട് ഈ ചിക്കനിലൊന്ന് പുരട്ടി എടുക്കുക. നമ്മൾ ആ വരഞ്ഞ് വെച്ചേക്കുന്ന ആ വിടവിലോട്ടൊക്കെ ഈ മസാല കയറ്റി കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറത്തുള്ളൂ. നമ്മൾ മീനൊക്കെ വറക്കാൻ പരട്ടി വെക്കുന്ന പോലെ തന്നെ നല്ലതായിട്ട് പരട്ടി കൊടുക്കുക അതിനകത്തേക്ക്. അപ്പോൾ ഞാനിത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി കേട്ടോ. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു ടെക്സ്ചർ ആ ഒരു ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ തന്നെയായിരിക്കും ടേസ്റ്റ് കേട്ടോ. അതുപോലെ ഇതിൻ്റെ അകത്ത് ഉപ്പ് ചേർക്കുമ്പോഴും ഉപ്പ് കുറച്ച് മുന്നേ നിൽക്കണം. നോർമലി ഉപ്പ് ചേർക്കുന്ന പോലെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് അത് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ഉപ്പ് കുറവായിരിക്കും. ഒരു പൊടിക്ക് മുന്നേ നിൽക്കുന്ന രീതിയിലൊന്ന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ വറക്കുമ്പോൾ ചിക്കനിൽ ഉപ്പ് കറക്റ്റ് ആവുള്ളൂ. ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ദിവസം വരെ ഇത് വെച്ചേക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ചിക്കനിലേക്ക് മസാല നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം വെച്ചേക്കണം കേട്ടോ. 1 ദിവസം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനിലേക്ക് മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റണേണ്. ഞാൻ എന്തായാലും 1 ദിവസം കഴിഞ്ഞിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ അടുത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല പറ്റിയേക്കുന്നത് നന്നായിട്ട് അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാക്കി കിടക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് വളരെ കുറച്ച് എണ്ണ ചേർത്തേച്ചാൽ മതി കേട്ടോ. ഞാനിതിൻ്റെ അകത്തേക്ക് ഒലിവ് ഓയിലാണ് ചേർത്തേക്കുന്നത്. കാസ്റ്റ് ചെയ്യേണ്ട തവയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഒഴിക്കേണ്ടി വരും കേട്ടോ. നമുക്ക് അടിയിൽ പിടിക്കുമല്ലോ. അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി അധികം ഒഴിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ബാക്കി വരുന്ന മസാലയൊക്കെ അതിൻ്റെ മുകളിലേക്ക് പരത്തി കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് വേണം ഇതൊന്ന് വെന്ത് വരാനായിട്ട്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ചെറിയ ഫ്ലെയിമിൽ കിടന്നിട്ട് ഇത് വെന്ത് വരട്ടെ കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതൊന്ന് മറിച്ചിട്ട് വെച്ചാൽ മതിയില്ല. ഇത് ഉടനെ തന്നെ മറിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പരത്തേക്കുന്ന മസാല ചിക്കനിൽ നിന്ന് വിട്ടുപോകും. ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട് ഇതിപ്പോൾ ചിക്കൻ ഇങ്ങനെ വറക്കാൻ തുടങ്ങിയിട്ട്. ഒരു സൈഡിൽ കിടന്നിട്ട് വറക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിടാം. ഇത് ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ ശേഷം ഇതൊന്ന് അടച്ചു വെക്കണം. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ചും കൂടെ എണ്ണ ഒന്ന് തൂക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒഴിക്കുന്നത് ഒലിവ് ഓയിലാട്ടോ. നമുക്ക് ഒലിവ് ഓയിൽ തന്നെ വേണമെന്നൊന്നുമില്ല, സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി കേട്ടോ. ഇത് വീണ്ടും ഒന്ന് മറിച്ചിടുക. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായി നോക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു ടൂത്ത് പീക്കോ അല്ലെങ്കിൽ ഒരു പപ്പടക്കമ്പിയോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇത് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ അടിയിലേക്ക്. ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പക്ഷിപ്പനിയൊക്കെ നടക്കുന്ന സമയമല്ലേ, അപ്പം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചിക്കൻ നല്ലപോലെ വേവിക്കണം കേട്ടോ. വേവിക്കണതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നന്നായിട്ട് വേവിക്കാനായിട്ട്.
അതുപോലെ മുട്ട കഴിക്കുമ്പോഴത്തേക്ക് പുഴുങ്ങിയ മുട്ട കഴിക്കാം, ഹാഫ് ബോയിലായിട്ടുള്ള മുട്ട കഴിക്കരുത്, അതുപോലെ ബുൾസയും കഴിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഇതുപോലെ ചിക്കനൊക്കെ കറി വെക്കുകയാണെങ്കിലും വറുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലപോലെ കുറേ സമയം എടുത്തിട്ട് വേണം ഇത് വറുത്തെടുക്കാനും കറി വെക്കാനും. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളമായി ചിക്കൻ ഇങ്ങനെ വറുക്കാൻ തുടങ്ങിയിട്ട്. ഇതിപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡോക്ടർ പറഞ്ഞതാട്ടോ ഈ ഒരു മെത്തേഡ്. നമുക്ക് ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരുപാട് നേരം നന്നായിട്ട് വേവിച്ചതിന് ശേഷം കഴിക്കാം എന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ട് സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് സൈഡിലേക്ക് ഒന്ന് ഞാൻ മാറ്റി വെക്കണം കേട്ടോ. ഇനി ഒരു പണിയും കൂടെ നമുക്ക് ചെയ്യാനുണ്ട് ഇതിനകത്ത്. ഇനി ഇതിപ്പോൾ നമുക്ക് സ്മോക്കി ടെക്സ്ചർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അലൂമിനിയം ഫോയിൽ ഇതുപോലെ ഒരു കുഞ്ഞി പാത്രം കണക്ക് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ നടുക്കോട്ട് എടുത്ത് വെച്ച് കൊടുക്കുക. അതിന് ശേഷം കൽക്കരിയോ അല്ലെങ്കിൽ ചിരട്ട കത്തിച്ചിട്ട് ഇതിൻ്റെ ഉള്ളോട്ട് എടുത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതൊരു ചിരട്ടയുടെ പീസാട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ കൽക്കരി കത്തിച്ചാലും മതി. അത് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഉറ്റിച്ച് കൊടുക്കുക. ഒരു 2 ഡ്രോപ്സ് ഉറ്റിച്ച് വെച്ചാൽ മതിയാവും. ഇതിങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു പുക വരും. പുക വരുമ്പോൾ ഉടനെ നമ്മളത് അടച്ചു കൊടുക്കുക. ഇങ്ങനെ അടച്ചു വെക്കുമ്പോഴത്തേക്ക് ആ പുക അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞിട്ട് ഈ നമ്മൾ ചിക്കനിൽ പുകയുടെ ഒരു ഫ്ലേവർ അതിൽ കയറി പിടിക്കും. ഇങ്ങനെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് വെച്ചേക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി മാറ്റാം. ഈ കരിക്കട്ട എടുത്ത് മാറ്റാം. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? ഇത് കാണാനും ഭംഗിയാണ്, നല്ല ടേസ്റ്റും ആട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്തൂരി ചിക്കൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നും കൂടി ഒന്ന് പറയണം കേട്ടോ. എന്നാൽ മാത്രമല്ല എനിക്കറിയുള്ളൂ എന്താണ് അതിൻ്റെ ഞാൻ ചെയ്ത വീഡിയോൻ്റെ മിസ്റ്റേക്ക് എന്നുള്ളത്. അപ്പോൾ ഞാൻ അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.